യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആലുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ എംഎൽഎ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ആലുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആലുവ ബാങ്ക് കവലയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ എംഎൽഎ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. യുവജന നേതാവിനോട് കാണിച്ച വിഷയം വരെ അദ്ദേഹത്തിന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് ആയതുകൊണ്ട് മാത്രമായിരിക്കും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ഒരു പ്രധാന സാംസ്കാരിക നായകൻ അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ് കേന്ദ്രവും സംസ്ഥാനവും. അത് നരേന്ദ്രമോദിയും പിണറായി വിജയനും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം അതാണ്. നമ്മൾ കണ്ടു, നരേന്ദ്രമോദി രാഷ്ട്രീയമായ നേതൃത്വത്തിന് പകരം അവിടെ ED വെച്ചും CBI വെച്ചും അങ്ങനെ ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ, കൽത്തുറങ്കിലടക്കുവാൻ, ജയിലിലടക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതേ സമീപനമാണ് കേരള ഗവൺമെന്റും പിണറായി വിജയനും എടുക്കുന്ന സമീപനം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA മുജീബിന്റെ അധ്യക്ഷതയിൽ മുൻ MLA MA ചന്ദ്രശേഖരൻ, നഗരസഭാ ചെയർമാൻ MO ജോൺ, INTUC ദേശീയ സമിതി അംഗം VP ജോർജ്, DCC ജനറൽ സെക്രട്ടറി ബാബു പുത്തനങ്ങാടി, UDF ആലുവ നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പുഴിത്തറ, തോപ്പിൽ അബു, KS മുഹമ്മദ് ഷഫീഖ്, രാജു കുമ്പള, ലിസി എബ്രഹാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.